നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു തീരുമാനമാണെങ്കിൽ അവിടെ നമുക്ക് will ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കി ഭാവിയിൽ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെ പറ്റി പറയാൻ എപ്പോഴാണ് നമ്മൾ will ഉപയോഗിക്കുന്നതെന്ന്. നമ്മൾ ആ സംസാരിക്കുന്ന സമയത്താണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നുവെങ്കിൽ അവിടെ നമുക്ക് will ഉപയോഗിക്കാം, അല്ലെ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഭാവിയെ പറ്റി പറയാനുള്ള രണ്ടാമത്തെ മാർഗം എന്താണെന്നുള്ളതാണ്. മുമ്പ് നമ്മൾ ചായയായിട്ട് ബന്ധപ്പെട്ട ഒരു സിറ്റുവേഷൻ കണ്ടു ഓർക്കുന്നുണ്ടോ? അപ്പൊ എന്താ സംഭവിച്ചത്? വീട്ടിൽ ആരെങ്കിലും ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ അത് കണ്ട് ആ സമയത്ത് നമ്മളൊരു തീരുമാനം എടുത്തു, എന്നാൽ ഞാനൊരു ചായ ഉണ്ടാക്കാം എന്ന്, അല്ലെ? പക്ഷെ ഇപ്പൊ കാര്യം വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മള് ഒരു തീരുമാനം എടുത്തു, ഒരു ചായ ഉണ്ടാക്കാം എന്ന്. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ് നിനക്ക് വേണോ എന്ന്. അപ്പൊ ഇങ്ങനൊരു കാര്യം നമ്മൾ എങ്ങനെയായിരിക്കും മലയാളത്തിൽ പറയുന്നത്? ഞാൻ ഒരു ചായ ഉണ്ടാക്കും എന്ന് പറയുമോ? ഇല്ലല്ലോ. ഞാനൊരു ചായ ഉണ്ടാക്കാൻ പോവുകയാണ്, നിനക്ക് വേണോ എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെ? ഇതാണ് നമ്മൾ ഇംഗ്ലീഷിലും പറയാൻ പോകുന്നത്. ഐ എം ഗോയിങ് ടു മേക്ക് സം ടീ, ഡു യു വാണ്ട് സം എന്ന് ചോദിക്കും. ഐ എം ഗോയിങ് ടു മേക്ക് സം ടീ. കണ്ടോ, ഞാൻ ചായ ഉണ്ടാക്കാൻ പോവുകയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി വേറൊരു സിറ്റുവേഷൻ, വീട്ടിലാണെങ്കിലും നമ്മളോട് പറയാണ് ആ ജനലൊക്കെ അഴുക്കായി കിടക്കുകയാണ്. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാം, ദി വിൻഡോസ് ആർ ഡേർട്ടി. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയാണ് ഞാനത് കണ്ടു, ഞാനത് പിന്നീട് വൃത്തിയാക്കാൻ പോവുകയാണ്. അതായത് ഇപ്പോഴല്ല തീരുമാനിച്ചത്, നേരത്തെ കണ്ടിരുന്നു അഴുക്കായി കിടക്കുകയാണെന്ന്. നേരത്തെ തന്നെ ഇങ്ങനൊരു പ്ലാൻ ഇട്ടിരുന്നു അത് പിന്നീട് വൃത്തിയാക്കണം എന്ന്. അതുകൊണ്ടാണ് അത് പിന്നീട് വൃത്തിയാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞത്. പറയുന്നത് നമ്മൾ ഇംഗ്ലീഷിൽ പറയാം ഐ എം ഗോയിങ് ടു ക്ലീൻ ദെം ലേറ്റർ. കണ്ടോ, ഐ എം ഗോയിങ് ടു ക്ലീൻ ദെം ലേറ്റർ. അതുപോലെ ഞാനൊരു പുതിയ ജോലി അന്വേഷിക്കുകയാണ്. അത് ഇപ്പോ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എടുത്ത തീരുമാനം അത് പുതിയ ജോലി വേണമെന്ന്. നേരത്തെ എടുത്ത ഒരു തീരുമാനം, നേരത്തെ ഉള്ളൊരു പ്ലാൻ ആണ്. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറയാ ഐ എം ഗോയിങ് ടു ലുക്ക് ഫോർ എ ന്യൂ ജോബ് എന്നാണ്. കണ്ടോ, ഐ വിൽ ലുക്ക് ഫോർ എന്നല്ല, ഐ എം ഗോയിങ് ടു ലുക്ക് ഫോർ എ ന്യൂ ജോബ്. ഇനി നമ്മൾ കേരളത്തിന് വെളിയിൽ എവിടെയെങ്കിലും ആണെന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ പറയാണ് ഞങ്ങൾ കേരളത്തിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇത് ഇപ്പോ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമൊന്നുമല്ല, നേരത്തെ അതിനെപ്പറ്റി പ്ലാൻ ഉണ്ടാവുമല്ലോ മനസ്സിൽ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞത്. ഇംഗ്ലീഷിൽ എന്ത് പറയും? വി ആർ ഗോയിങ് ടു സെറ്റിൽ ഇൻ കേരള. കണ്ടോ, വി ആർ ഗോയിങ് ടു സെറ്റിൽ ഇൻ കേരള എന്ന് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളെ പറ്റിയിട്ടുള്ള തീരുമാനങ്ങൾ, നിശ്ചയമൊക്കെ നമ്മൾ പറയില്ലേ, പ്രത്യേകിച്ച് ഒരു പുതിയ വർഷമൊക്കെ തുടങ്ങുമ്പോൾ നമ്മളെല്ലാവരും എന്തെങ്കിലുമൊക്കെ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും, അല്ലെ? പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. അതിനെപ്പറ്റി പറയാൻ നമുക്ക് ഇതേ രീതി ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, ഞാൻ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പോവുകയാണ്. അപ്പൊ എന്ത് പറയും? ഐ എം ഗോയിങ് ടു ഈറ്റ് ഹെൽത്തി. ഐ എം ഗോയിങ് ടു ഈറ്റ് ഹെൽത്തി. അടുത്തത്, ഞാൻ കുറച്ചുകൂടെ കഠിനമായിട്ട് അധ്വാനിക്കാൻ പോവുകയാണ്, എന്ത് ജോലി ആയിക്കോട്ടെ. അപ്പൊ അതിനെന്ത് പറയും? ഐ എം ഗോയിങ് ടു വർക്ക് ഹാർഡർ. ഐ എം ഗോയിങ് ടു വർക്ക് ഹാർഡർ. അപ്പൊ ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സെന്റൻസസ് ഒന്ന് നോക്കൂട്ടോ. ഐ എം ഗോയിങ് ടു വർക്ക്, ഞാൻ ജോലി ചെയ്യാൻ പോവുകയാണ്. ഐ എം ഗോയിങ് ടു വർക്ക്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരാളെ പറ്റിയാണ് കേട്ടോ. അപ്പൊ ഹി അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ ഇറ്റ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് പറയും ഹി ഈസ് ഗോയിങ് ടു വർക്ക്. കണ്ടോ, ഇനി ഞാൻ കുറെ പേരെ പറ്റി പറയാൻ പോവാണ്. വി ഞങ്ങൾ, അല്ലെങ്കിൽ ദേ അവർ, അല്ലെങ്കിൽ യു നിങ്ങൾ. അവരെന്ത് പറഞ്ഞാൽ വി ആർ ഗോയിങ് ടു വർക്ക്. അപ്പൊ ഇത് എന്താണ് ആകെ വന്ന വ്യത്യാസം? ഐ കഴിഞ്ഞ് ആം വന്നു, ഹി ഷീ ഒക്കെ കഴിഞ്ഞ് ഇസ് വന്നു. അതുപോലെ യു യു ദേ ഒക്കെ കഴിഞ്ഞ് ആർ വന്നു. അത് മാത്രമാണ് ആകെ വന്ന വ്യത്യാസം. ബാക്കിയെല്ലാം ഒന്നുകൊണ്ടായിരുന്നു, അല്ലെ? ഗോയിങ് ടു വർക്ക് എന്നുള്ളത് തന്നെയാണ് എല്ലാത്തിലും വന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഭാവിയെ പറ്റി പറയണമെങ്കിൽ നമ്മൾ എന്ത് ഫോമാണ് ഉപയോഗിക്കുക? ബി ആദ്യം ഉപയോഗിക്കും, അത് കഴിഞ്ഞ് ഗോയിങ് ടു കഴിഞ്ഞിട്ട് വേർബിന്റെ ബേസ് ഫോം. അപ്പൊ ഈ ബി എന്ന് പറയുന്ന ഈ സെന്റൻസസിൽ എവിടെയെങ്കിലും വന്നല്ലോ. ബി എന്നുള്ളതിന്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ് ആം, ഇസ്, ആർ ഒക്കെ. ബി ഐയുടെ കൂടെ വരുമ്പോൾ ഐ ആം നൗ. ഹി ഷീയുടെ കൂടെ ബി വരുമ്പോ ഇസ് വരും. വി യു ദേ എന്നുള്ളതിന്റെ കൂടെ ഒക്കെ വരുമ്പോൾ ആർ എന്ന് വന്നു.